പ്രകാശമേ മിഴി തുറക്കുക വേഗം. വിശ്വമിശിഹായ്ക്ക് സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കും. സ്നേഹമുള്ളവരെ, സാഹചര്യം ഇതാണ്. ബെത്സൈദ കുളക്കരയിൽ തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ടാകുന്നു. അപ്പോൾ അവിടെ യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇവിടെ മരണത്തെക്കുറിച്ച്, രണ്ട് മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് ഉത്ഥാനവും. അപ്പോൾ ഇവിടെ മരണത്തിൽ നിന്ന് ഇവനിലേക്ക് കടക്കുന്നു. രണ്ട് മരണമാണ് ശ്രദ്ധിക്കുക. ഒന്ന്, ദൈവത്തിൻ്റെ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് മരണമാണ്. അങ്ങനെ മരിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവന്നതാണ് രക്ഷകനായ യേശു. അത് ഇവിടെ തന്നെ ഉണ്ടാകാം. സമയം വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ദൈവപുത്രനിലൂടെ പുതിയ ജീവൻ ധരിക്കുന്ന സമയം അത് വന്നു കഴിഞ്ഞു. അപ്പോൾ മരണം, പാപം മൂലമുള്ള മരണം, അതിൽ നിന്ന് മോചനം. രണ്ടാമത്തേത് ശാരീരികമായ മരണമാണ്. ആ മരണത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് യുഗാന്തത്തിലാണ്, ഉത്ഥാനം ഉണ്ടാകും. അപ്പോൾ ഈ രണ്ടും നൽകുന്നത്, പാപമോചനം നൽകുന്നതും ശരീര ഉത്ഥാനം നൽകുന്നതും യേശുവാണ്. അപ്പോൾ പുതുജീവൻ, ആ ദൈവിക ജീവൻ നമുക്ക് നൽകുന്നു. ആ ദൈവിക ജീവൻ നിത്യമായി നമുക്കുണ്ടായിരിക്കും. പാപം മൂലം നഷ്ടപ്പെട്ടു പോയാൽ യേശുവിലൂടെ നമുക്ക് തിരിച്ചു കിട്ടും. അതോടൊപ്പം മരണം, ശരീരം മരിച്ച് മണ്ണായിത്തീരും. അതിനുശേഷം യുഗാന്തത്തിൽ പുനരുത്ഥാനം ഉണ്ടാകും. ഇപ്പോൾ മരണവും ഉത്ഥാനവും രണ്ടർത്ഥം ഉണ്ടാക്കുക. അപ്പോൾ രണ്ടും ജീവൻ നൽകുന്നത് യേശുവാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ പാപം മൂലം ഏതെങ്കിലും തരം ജീവൻ നഷ്ടപ്പെട്ടാൽ നിരാശപ്പെടാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക, നമുക്ക് ജീവൻ നൽകും. അതോടൊപ്പം നമ്മുടെ ജീവിതം മരണത്തിൽ ശവക്കുഴിയിൽ അവസാനിക്കാനുള്ളതല്ല, എന്നും ദൈവത്തോട് നിച്ച് ഉദ്ധിതരായി കർത്താവോട് ഇരിക്കാനുള്ളതാണ്. നാം ബോധ്യം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വിശ്വാസവും പ്രത്യാശയും നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷമാണ്. കേൾക്കാം, വിശ്വസിക്കാം, അനുസരിക്കാം. നിൻ വഴിയേ നടക്കാം.